മക്കൾസ്. അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ട്യൂട്ടറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന CBSE-കാരുടെ 10ാം ക്ലാസ്സുകാരുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഈ മന്ത് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ എന്തായാലും 10ാം ക്ലാസ്സുകാരുടെ പോർഷൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് എക്സാംസ് വരാൻ പോവാണ്. അപ്പോൾ അവരുടെ പോർഷൻസ് കഴിക്കുക, പിന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരിക്കും നമ്മൾ പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി, അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറേ ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് ഇതിന് വരെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ തിയറി, അതായത് ഇക്വേഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ തിയറിയും പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതും പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. ഈ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് വേണം. കാരണം എക്സാമിൻ്റെ തലേദിവസം അല്ലെങ്കിൽ എക്സാമിന് അന്ന് പോയിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഇക്വേഷൻസ് പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഒരു റഫ് നോട്ടെന്നല്ല, ഫിസിക്സിനും കെമിസ്ട്രിയും പഠിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു നോട്ട്ബുക്ക് വെക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ത് ചെയ്യുക, ഈ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ മുമ്പായാലും ജസ്റ്റ് ഇതൊന്ന് റെഫർ ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷൻസ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു നോട്ട് എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രം ഒന്ന് ജസ്റ്റ് പഠിച്ച് പോയാൽ മതി. അല്ലാണ്ട് ഫുള്ള് ടെക്സ്റ്റ് ഇരുന്ന് വായിക്കാന്ന് പറയുന്നത് അത്രയും ബോർ പരിപാടി വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിലത്തെ കണ്ടന്റാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ നിങ്ങൾ നോട്ട് എടുത്തിട്ട് ഈ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്താ വെച്ചാൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ കറണ്ടാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ. എങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കറണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പറയും. ഇപ്പോൾ അതായത് ഒരു എന്താ പറയുക, ഒരു സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് അപ്പത്തിനും ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബൾബ് കത്തുന്നത്, ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. നമ്മൾ കറണ്ട് ഇതാകുന്നു. അപ്പോൾ എങ്ങനെ ഈ കറണ്ട് ഇവിടെ നിന്ന് അവിടെ വരെ ഇങ്ങനെ കറണ്ട് പോകുന്നത് നമുക്ക് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഈ ചാർജസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ ചാർജസ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്, കറണ്ട് ഉണ്ടാവുന്നത്. അതായത് ഫ്ലോ ഓഫ് ചാർജസ് ആണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു സ്വിച്ച് ഇടാണ്, സ്വിച്ച് ഇടുമ്പോൾ അവിടെ ബൾബ് കത്തുന്നു. അപ്പോൾ സ്വിച്ച് അവിടെ നിന്നുള്ള എന്താണ്, ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്താണ് അവിടേക്ക് ഫ്ലോ ചെയ്തിട്ടാണ് അവിടെ ബൾബ് കത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് സർക്യൂട്ട് പോലെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമ്മളെന്താ ഇലക്ട്രിക് സർക്യൂട്ട് പറയും. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് എന്ന് പറയാം. അപ്പോൾ അതിന് ഇലക്ട്രിക്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് എൻ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഹെഡിങ് എഴുതി വെച്ചു. വാട്ട് ഈസ് എൻ ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിനെ പറയാം, കണ്ടിന്യൂസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് വേർ ഇലക്ട്രിക് കറണ്ട് മൂവ്സ് ഇസ് നോൺ ആസ് എ ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, അത് ഒരു സ്വിച്ച് ഇടുമ്പോൾ നേരെ ഇത് പോയിട്ട് ബൾബ് കത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാത്ത് വന്നിട്ടുണ്ട്, ഒരു വഴി വന്നിട്ടുണ്ട്. അത് ക്ലോസ്ഡ് പാത്ത് ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഇറ്റ് ഇസ് എൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് പോകുന്ന ഒരു കണ്ടിന്യൂസ് പാത്ത് ഉണ്ട്. ആ വഴിയെ പറയുന്ന പേരാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ വാട്ട് ഈസ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളേക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് എടുക്കുക. ഞാനിവിടെ പ്രസന്റേഷൻ സ്ലൈഡ് വഴി എങ്ങനെ നിങ്ങൾക്ക് ഇത് തരാം. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് എഴുതി പോവുക. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഐ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് കറണ്ടിനെ ഐ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് എൻ ഇലക്ട്രിക് കറണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്, അതായത് ഒരു ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് പോകുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ പർട്ടിക്കുലർ ഏരിയ അറ്റ് പർട്ടിക്കുലർ ടൈം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടെ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ചാർജസ് ഫ്ലോയിങ് ത്രൂ പർട്ടിക്കുലർ ഏരിയ ഇൻ എ യൂണിറ്റ് ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ ഐ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ പറയുക, ചാർജ് പെർ യൂണിറ്റ് ടൈമാണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു Q/T, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇനി പ്രോബ്ലം വരും. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, I is equal to Q/T എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ ഐ എന്ന് പറയുന്നത് കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ക്യൂ എന്ന് പറയുന്നത് ചാർജിനെ, നെറ്റ് ചാർജ് നമ്മൾ പറയുന്നത് എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നു, അപ്പൊ ചാർജിനെയാണ് ക്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ടി എന്ന് പറയുമ്പോൾ ടൈമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ യൂണിറ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുമ്പോൾ ചാർജ് ഉണ്ടല്ലോ, ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളമ്പാണ്. കുളമ്പ് അല്ലെങ്കിൽ സി കൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കുളമ്പ് എന്ന് പറയുന്നു. ഒരു കുളമ്പ് എത്ര ഇലക്ട്രോൺസ് ആണെന്ന് ചോദിക്കാം. അത് വെച്ചിട്ട് 6 × 10⁻⁸
18 ഇലക്ട്രോൺ. 6 into 10⁻18 ഇലക്ട്രോൺ, 6 into 10⁻18 ഇലക്ട്രോൺസ് ആണ് അത് പഠിക്കണം. അപ്പോൾ ഇതിന്റെ ക്യൂവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സി, കുളമ്പ് കൊണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 10⁻18 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ കറന്റിന്റെ യൂണിറ്റ് എന്താണ്? കറന്റിന്റെ യൂണിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആംബിയർ ആണ്. കറന്റ് ആംബിയർ ആണ്. ഇതൊക്കെ സിമ്പിൾ ആണ്. നിങ്ങൾ ഭയങ്കര ടഫാണെന്ന് വിചാരിക്കേണ്ട. കുറേ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത് സിമ്പിൾ ആണെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. കറന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആംബിയർ കൊണ്ടാണ്, ക്യാപിറ്റൽ ലെറ്റർ എ, ആംബിയർ കൊണ്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ ആംബിയർ എന്തുകൊണ്ടാണ് ആംബിയർ പേരിട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആ എന്താ പറയുക സയന്റിസ്റ്റിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രി മേരി ആംബിയർ എന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആംബിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ I is equal to Q/T എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ. I is equal to Q/T എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ I is equal, ഇത് നമ്മൾക്ക് ഇനി യൂണിറ്റിന്റെ ബേസിസിൽ എഴുതാം. ഐന്റെ വരെ നമ്മൾ ആംബിയർ എഴുതാം. ഒരു ആംബിയർ is equal to 1 coulomb per 1 second എന്ന് എഴുതാം. ഒരു ആംബിയർ is equal to 1 coulomb per 1 second എന്ന് എഴുതാം. ഓക്കെ, വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ പർട്ടിക്കുലർ ഏരിയ ആൻഡ് പർട്ടിക്കുലർ ടൈം. ഒരു ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട് അതാണ് കറന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഐ കൊണ്ടാണ് പറയുക. അപ്പോൾ I is equal to Q/T, I is equal to Q/T, I is equal to Q/T. ആൻഡ് അതിന് നമ്മൾ ഐന്റെ ആംബിയർ ആണ്, ക്യൂവിന്റെ നമ്മൾ കുളമ്പാണ്. കുളമ്പ് എത്ര ഇലക്ട്രോൺസ് ആണ്? 6 into 10⁻18 ഇലക്ട്രോൺസ് ആണ്. ടൈമിന്റെ നമ്മൾ സെക്കൻഡ് ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, മറക്കരുത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നുണ്ട് ഇനി കറന്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാവില്ല. അപ്പോൾ കറന്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് അമ്മീറ്റർ എന്നാണ് പറയുക. അപ്പോൾ എന്താ പറയുക? അമ്മീറ്റർ, അത് ഓൾവേസ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അമ്മീറ്റർ എന്നാണ് നമ്മൾ കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കറന്റിന്റെ കാര്യം ഏകദേശം തീരുമാനമായില്ലേ? കറന്റിന്റെ ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്ന I is equal to Q/T എന്തെങ്കിൽ I തരും, T തരും, ഇനി ചാർജ് ഏതാണെന്ന് ചോദിച്ചിട്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് ഇനി നാളെ സെക്ഷൻ വരുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ? കറന്റ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. കറന്റിന്റെ ആ ഭാഗത്ത് ഇനി ഒന്നുമില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൽ കറന്റ് എന്ന് പറഞ്ഞിട്ട് ആ കറന്റിന്റെ ഡെഫിനിഷൻ എഴുതാം. എന്നിട്ട് പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ ഇക്വേഷൻസ് എഴുതാം. ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ യൂണിറ്റുകൾ എഴുതാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കഴിയും. നെക്സ്റ്റ് പോർഷനാണ്, ദാറ്റ് ഇസ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ സ്വിച്ച് ഇടുമ്പോൾ അവിടെ പോയിട്ട് ബൾബ് കത്തുന്നു, വെറുതെ ഈ ചാർജ് അങ്ങോട്ട് പോയി. നമ്മൾ പറഞ്ഞു ചാർജ് ഫ്ലോ ചെയ്തിട്ടാണ് ഈ ബൾബ് കത്തുന്നത്. പക്ഷെ വെറുതെ ചാർജിന് പോകാൻ കഴിയും കാര്യമില്ല. അതിനൊരു ജസ്റ്റ് ഒരു വർക്ക് വേണം, ഒരു വർക്ക് കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് മാത്രം ആ ഒരു പണിയെടുത്തിട്ടാണ് അവർ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതാണ് ഇറ്റ് ഇസ് എ വർക്ക് ഡൺ ടു മൂവ്. ആ ഒരു യൂണിറ്റ് ചാർജ്, ഒരു ചാർജിനെ അവിടേക്ക് എത്തിക്കാൻ കുറച്ച് പണി അവരെടുക്കണം. ആ പണിയെ പറയുന്ന പേരാണ് എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ വർക്ക് ഡൺ. അപ്പോൾ നിങ്ങൾ നോട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോട്ട്ബുക്കിൽ, ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നോട്ട്ബുക്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ വി നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ അവിടെ അടിയിൽ എഴുതേണ്ട കാര്യം ഇറ്റ് ഈസ് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഈ ചാർജിനെ നീക്കാൻ വേണ്ടി എടുക്കുന്ന പണിയെ, അതായത് വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ വി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇക്വേഷനും പഠിക്കണം. വി ഇസ് ഈക്വൽ ടു, അപ്പൊ എന്താണ്? വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ്. ആ തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടും ഇറ്റ് ഈസ് W/Q. V is equal to W/Q. V is equal to W/Q. വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ഓക്കെ, അപ്പൊ വി ആണ് ഇത് പറഞ്ഞു. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വി തന്നെ കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ വി. ആൻഡ് അത് കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് നമ്മളതിനെ വോൾട്ട്, ഓക്കെ, വോൾട്ട് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു വോൾട്ട് ആണ് ഇതിന്റെ യൂണിറ്റ്. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. 1 വോൾട്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് എന്താ പറയാം? ഒരു വോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വോൾട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ദാറ്റ്സ് കറന്റ് ക്യാരിങ് കണ്ടക്ടർ when 1 joule of work is done to move 1 coulomb of charge from one point to another. അത് നമ്മൾ ശരിയല്ലേ? വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ജൂളാണ്. വർക്കിന് നമ്മൾ പറയുന്നത് എപ്പോഴും ജൂൾ എന്നാണ്. വർക്കിന്റെ യൂണിറ്റ് ജൂള്. അപ്പോൾ എന്താ പറയുക? ഒരു ചാർജിന് നമ്മൾ 1 കുളമ്പ്. അപ്പോൾ നമ്മൾ 1 വോൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 1 കുളമ്പ് ചാർജിനെ നിങ്ങൾ
ആ വലിയൊരു ഡെഫിനിഷൻ കണ്ട് പേടിക്കേണ്ട. ഒരു കുളമ്പ് ചാർജിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ എടുത്ത വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എന്താ പറയുക, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയാം. നമ്മൾ വോൾട്ടിന്റെ കേസിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മറക്കരുത്. ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഇസ് V is equal to W/Q. V is equal to W/Q ആണ്. അപ്പൊ അതിൽ V എന്ന് പറയുന്നതിന് നമ്മൾ യൂണിറ്റ് എടുക്കുന്നത് വോൾട്ട് ആയിട്ടാണ്, ഡബ്ല്യുവിന് നമ്മൾ ജൂള്, മറ്റേതിന്റെ നമ്മൾ പെർ കുളമ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഒന്നാമത്തെ കറന്റിന്റെ ഇക്വേഷൻ. കറന്റ് ഇക്വേഷൻ എന്തുണ്ടായിരുന്നു? I is equal to Q/T. I is equal to Q/T. അത് ഒരു ബോക്സിലാക്കി വെക്കുക. I is equal to Q/T എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ V is equal to W/Q. ഇത് നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടല്ല വരാം, നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരാൻ. അപ്പോൾ ആ പ്രോബ്ലംസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മ വേണം. അതാണ് ഈ നോട്ട്ബുക്കിൽ എഴുതി വെക്ക്, ആഫ്റ്റർ ടെക് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞപ്പോൾ കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റിന്റെ പേര് അമ്മീറ്റർ എന്നാണെങ്കിൽ, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇതിനെ പറയുന്നത്, ഇൻസ്ട്രുമെന്റിനെ പറയുന്നത് വോൾട്ട് മീറ്റർ ആണ്. മറ്റേത് സീരീസിലാണ് കണക്ട് ചെയ്യുക, ഇവിടെ പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ വോൾട്ട് മീറ്റർ ആണ് കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അളക്കാൻ വോൾട്ട് മീറ്റർ, മറ്റേതിനെ അളക്കാൻ അമ്മീറ്റർ, കറണ്ടിന്. അപ്പോൾ കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? കറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുളമ്പ് ചാർജ്, എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോസ് എന്താ പറയുക പെർ ഒരു യൂണിറ്റ് ഏരിയയിൽ യൂണിറ്റ് ടൈമിൽ I is equal to Q/T. മറ്റേത് അത് ചെയ്ത വർക്ക്, അപ്പോൾ V is equal to W/Q. അപ്പോൾ അത് അമ്മീറ്റർ, ഇത് വോൾട്ട് മീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും കിട്ടിയാലോ തെറ്റിക്കരുത്, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് ഇതിന് 2-3 വർഷം വായിച്ചാൽ തന്നെ ഇത് കാണാണ്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക കുറച്ച് സർക്യൂട്ട് ഡയഗ്രാംസ് പറഞ്ഞു തരാം. അപ്പോൾ ഞാനിത് എന്താ വരയ്ക്കാൻ ഇപ്പോൾ ബോർഡിൻ്റെ മാർക്കർ കാണില്ല, ഞാൻ എവിടെ കൊണ്ടുവന്നിട്ടു. അപ്പോൾ പിന്നെ നമുക്ക് ഞാൻ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാമാണ് പറയുന്നത്. സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഫസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽ ഓർ ബാറ്ററി, സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ഓർ ബാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, സെൽ ഓർ ബാറ്ററി നമ്മൾ വരയ്ക്കേണ്ട ഇങ്ങനെ പ്ലസ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അടുത്ത് കോമ്പിനേഷൻ ഓഫ് സെൽസ്, കോമ്പിനേഷൻ ഓഫ് സെൽ. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് സെൽ വരുമ്പോൾ 1 2 3 പ്ലസ് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇങ്ങനെ വരും. പിന്നെ നെക്സ്റ്റ് എന്നാണ് അതിന് കീ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആണ്. പക്ഷെ ആ സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ കീ ഓർ സ്വിച്ച് അത് ക്ലോസ് ആണെങ്കിൽ, കീ ഓർ സ്വിച്ച് അത് ക്ലോസ് ആണെങ്കിൽ പിക്ചർ വരാം, നടുവിൽ ഇങ്ങനെ ഒരു ഡോട്ട് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വയർ ക്രോസിങ്. വയർ ക്രോസിങ് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. വയർ ജോയിൻ്റ് ആണെങ്കിൽ വരുന്നത് ഇവിടെ നടുവിലൊരു ഡോട്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ബൾബ്, ഇതൊക്കെ സാധാരണ നമ്മളിതിൽ വരുന്നതാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. ബൾബ് റെസിസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക, ഇതാണ് റെസിസ്റ്ററിൻ്റെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ വര ഒന്നെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ ഇതിൽ ഏതായാലും അത് റിയോസ്റ്റാറ്റ് ആണെന്നുള്ളൊരു ഇത് വേണം. നെക്സ്റ്റ് വണ്ണാണ് അമ്മീറ്റർ. അമ്മീറ്റർ നമ്മൾ പറഞ്ഞു എന്താണ്, കറൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് A കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ അടുത്ത വോൾട്ട് മീറ്റർ. അപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് എന്താ, V കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട്ബുക്കിൽ വരയ്ക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പിക്ചേഴ്സ് വന്നിട്ടായിരിക്കും, ഇങ്ങനെ സർക്യൂട്ടുകൾ വന്നിട്ടായിരിക്കും ഇത് തരാം. അപ്പോൾ ആ ടൈമിൽ ഈ A എന്താ B എന്താണെന്നൊന്നും ചോദിച്ചു പോകണ്ട. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ഈ ബോക്സിൽ നോക്കാവുന്ന അതുകൊണ്ട് നിങ്ങൾ ഇത് നോട്ടിൽ ബോക്സിൽ വരയ്ക്കുക. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ നോക്കി റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വന്നാണ് നമ്മുടെ ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓംസ് ലോ നോക്കാം. ഓംസ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജും, അതായത് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറൻറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എൻ ഇലക്ട്രിക് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഈ V എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I.
വി എന്ന് പറയുന്നത് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ഓംസ് ലോ പറയുന്നത്. ഓംസ് ലോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ അത് പ്രൊവൈഡഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് ഓംസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ദറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് വരച്ച ഡയറക്റ്റ് പ്രൊപ്പോർഷണലിന്റെ ഗ്രാഫ് എപ്പോഴും എവിടെ പോകണം? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകണം. അപ്പോൾ വി ഐ തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ഇറ്റ് മസ്റ്റ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. അപ്പോൾ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ വി ബൈ ഐ ആവും. വി ബൈ ഐ ഞാനപ്പോൾ അത് പ്രസന്റേഷൻ കാണിച്ചു തരാം. വി ബൈ ഐ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് വരും. പിന്നെ അവിടെ ഒരു കോൺസ്റ്റന്റിന്റെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ കൊടുക്കും. അതായത് വി ഈസ് ഈക്വൽ ടു ഐ ആർ. അവിടെ കോൺസ്റ്റന്റ് പൊസിഷനിൽ ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ദാറ്റ് ഇസ് എ തേർഡ് ഇക്വേഷൻ. ഫസ്റ്റ് വൺ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. സെക്കൻഡ് വൺ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. തേർഡ് വൺ വി ഈസ് ഈക്വൽ ടു ഐ ആർ. വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പോൾ ഇതിൽ നമുക്ക് ചിലപ്പോൾ കറണ്ട് തരില്ല. അതിന് ഒരു വിയും ആറും തന്നിട്ട് കറണ്ട് കണ്ടുപിടിക്കാം, ഐ കണ്ടുപിടിക്കാനൊക്കെ തരും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ആർ. 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഈ 3 ഇക്വേഷൻ മറക്കരുത്. അപ്പോൾ ഓംസ് ലോ, സ്റ്റേറ്റ് ഓംസ് ലോ എന്ന് പറഞ്ഞ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരാണ്. സ്റ്റേറ്റ് ഓംസ് ലോ സിമ്പിളാണ്. ദാറ്റ് ഇസ് എന്താ പറയുന്നത്? ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. അതിനാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറയുന്നത്. അതിന്റെ സൈഡിൽ ഒരു ഗ്രാഫ് വരയ്ക്കുക, വിന്റെ ഐന്റെ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ. അതൊരു ബോക്സിലാക്കി വെക്കാം. അതാണ് അവിടെ. അപ്പോൾ ആർ എന്ന് പറയുന്നത് അവിടെ ഒരു കോൺസ്റ്റന്റിന് പകരം നമ്മൾ കൊടുത്തതാണ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ ആർ എന്ന് നമ്മൾ അതിന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആറിന് നമ്മൾ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. റെസിസ്റ്റൻസ് അതായത് ഇപ്പോൾ കറന്റ് പോകുമ്പോൾ അതിനെ എതിർക്കാൻ ഒരാൾ വേണ്ടേ? കറന്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിർക്കാനുള്ള ഒരാൾ, അതാണ് റെസിസ്റ്റൻസ്. എതിർക്കുന്നവർ, അവരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റ് ചെയ്യാന്ന് പറയില്ല, എതിർക്കുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു, റെസിസ്റ്റഡ്. ഓക്കെ. അതാണ് എതിർക്കുന്നവരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ടു റെസിസ്റ്റ് ഫ്ലോ ഓഫ് ചാർജസ്. ആ ചാർജുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നവർ, അതാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് റെസിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് കണ്ടക്ടർ. ആ കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി ആണ് ടു റെസിസ്റ്റ് ഫ്ലോ. ഈ ചാർജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കണം, റെസിസ്റ്റ് ചെയ്യണം. അതിനുള്ളതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓം കൊണ്ടാണ്. ഓം ഇങ്ങനത്തെ ഒരു ചിഹ്നമുണ്ട്, ഓം കൊണ്ടാണ് നമ്മൾ അതിന് എസ് ഐ യൂണിറ്റ് ഓം ആണ്. ഓക്കെ. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഓംസ് ലോയില് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്നത് ആർ ഈസ് ദ റെസിസ്റ്റൻസ് ആൻഡ് അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. ഇതേ നമ്മൾക്ക് ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഒരു ഓമിനെ നമുക്ക് എന്താ പറയാ, വി ഈസ് ഈക്വൽ ടു ഐ ആർ. അപ്പൊ ആർ എന്തായിട്ട് മാറി? ആർ ഇസ് ഈക്വൽ ടു, ആറിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാല് എന്താ പറയാ, വി ഈസ് ഈക്വൽ ടു ഐ ആർ ആയി കഴിഞ്ഞാല് അപ്പൊ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആയിട്ട് മാറും. അപ്പോൾ ഒരു ഓമിന്റെ യൂണിറ്റ് നമുക്ക് വോൾട്ട് പെർ ആംപിയർ ആയിട്ട് മാറും. അത് ആ ഇക്വേഷനിൽ തന്നെ നമുക്ക് ഡിറൈവ്. ഒരു ഇക്വേഷൻ ആയിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ യൂണിറ്റ് അറിയുമെങ്കിൽ നമുക്ക്. പക്ഷെ ഈ യൂണിറ്റുകളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, അത് ക്വസ്റ്റ്യൻസിൽ വരും. ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ മിക്കതും ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ഇക്വേഷൻസ് മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസും കറണ്ടും രണ്ടും എന്താ പറയുക, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതായത് റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കറണ്ട് കുറയും. അത് റെസിസ്റ്റൻസ് ഡബിൾ കൂട്ടിയിട്ടൊക്കെ അപ്പോൾ കറണ്ട് ഹാഫായിട്ട് കുറയും. അപ്പോൾ അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു 3 ഇക്വേഷൻസ് പഠിച്ചു. ഓക്കെ. അതെന്താണ്? കറണ്ടിനെ പഠിച്ചു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പഠിച്ചു, പിന്നെ ഓംസ് ലോയിൽ അവിടെയും ഒരു 3 ഇക്വേഷൻസും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നാണ് നിങ്ങൾ ആ സർക്യൂട്ട് ഡയഗ്രാം പറഞ്ഞ ടൈമിൽ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വരച്ചിട്ടൊരു പിക്ചർ, റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതായത് വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വരച്ചപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ ഉണ്ടാവും, അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതെന്താണ് റിയോസ്റ്റാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് വെച്ചാൽ വാരിയിങ് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിന് ഇതാക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഡിവൈസ് യൂസ് ടു ചേഞ്ച് റെസിസ്റ്റൻസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. ഓക്കെ. ഇറ്റ് ഈസ് എ കമ്പണന്റ് യൂസ് ടു റെഗുലേറ്റ് കറന്റ് വിത്തൗട്ട് ചേഞ്ചിങ് വോൾട്ടേജ്. കറണ്ടിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ടിനെ നമുക്ക്
റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വോൾട്ടേജ് മാറ്റാതെ കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ റിയോസ്റ്റാറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? വാട്ട് ഈസ് എ റിയോസ്റ്റാറ്റ്? ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് റെസിസ്റ്റൻസ്. ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ്, അപ്പോൾ അവിടെ എഴുതാം ഇറ്റ് ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് റെസിസ്റ്റൻസ്. ഇറ്റ് ഇസ് എ കോമ്പോണന്റ് യൂസ്ഡ് ടു റെഗുലേറ്റ്, ഓർ ഇറ്റ് ഇസ് എ കോമ്പോണന്റ് യൂസ്ഡ് ടു റെഗുലേറ്റ്, കറണ്ടിനെ റെഗുലേറ്റ് ചെയ്ത്, അതായത് വോൾട്ടേജിൽ മാറ്റം ഒന്നും വരുത്താതെ കറണ്ടിൽ നമുക്ക് വ്യത്യാസം എങ്ങനെ വരുത്താം. അപ്പോൾ അതിന് റെസിസ്റ്റൻസ് മാറി കറണ്ടും മാറും. നമ്മൾ പറഞ്ഞില്ലേ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നൊക്കെ ഒരു നേരത്തെ മുമ്പ് ഒരു ലോ പറഞ്ഞില്ലേ. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ബേസിസിൽ വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റൻസ്. അപ്പോൾ പ്രസന്റേഷൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇതൊക്കെ നിങ്ങൾ ലിസ്റ്റ് എന്ത് ചെയ്യാൻ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അറിഞ്ഞിരിക്കും, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. എന്താണ് കണ്ടക്ടർ എന്ന് വെച്ചാൽ? കണ്ടക്ടർ എന്ന് വെച്ചാൽ കറന്റിനെ നന്നായി പാസ് ചെയ്യും. കറന്റിനെ നന്നായി പാസ് ചെയ്യുന്ന ആൾക്കാരാണ് കണ്ടക്ടർ. മെറ്റൽസ് ഒക്കെ എന്താണ്? കറന്റിനൊക്കെ നന്നായി പാസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിസിറ്റി നന്നായിട്ട് പാസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടക്ടർ എന്ന് പറയുന്നു. ഇൻസുലേറ്റേഴ്സ് വെച്ചാൽ പാസ് ചെയ്യില്ല, അവർ എതിരാണ്, കറന്റിനെ അവർ കടത്തയില്ല എന്ന് പറയില്ല. ഇൻസുലേറ്റേഴ്സ് അറിയാൻ എഗെയിൻസ്റ്റ്, അവർ കറന്റിനെ കടത്തില്ല. കണ്ടക്ടേഴ്സ് നന്നായി കടത്തി വിടും, ഇൻസുലേറ്റേഴ്സ് കടത്തി വിടില്ല കറന്റിനെ. സെമി കണ്ടക്ടേഴ്സ് വെച്ചാൽ കുറച്ച് കടത്തും, പക്ഷെ എന്നാൽ ഫുള്ളായിട്ട് കടത്തില്ല, അങ്ങനെ കുറച്ചീശ കടത്തി വിടുന്നവരാണ് സെമി. ഒരു പകുതി എന്ന് പറയില്ലേ, അങ്ങനെ കടത്തി വിടുന്നവരാണ് നമ്മൾ എന്ത് പറയുന്നത്? സെമി കണ്ടക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, പിന്നെ രണ്ടാമത്തത് ഏരിയ ഓഫ് ക്രോസ്. അപ്പോൾ അടുത്ത് മനസ്സിലാക്കിയോ, അടുത്തൊരു ഇക്വേഷൻ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നോക്കങ്ങളാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ലെങ്ത് ഓഫ് ദ മെറ്റീരിയലും ഏരിയയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് റെസിസ്റ്റൻസ് ലെങ്ത്തിനെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കാം. ദാറ്റ് ഈസ് ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ അതായത് ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ നീളമുള്ള എന്താ പറയുക ഒരു കമ്പി ഇതാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് അപ്പോൾ കൂടുതലായിരിക്കും. പറയാൻ ലെങ്ത് കൂടുന്നു. അപ്പോൾ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ. നെക്സ്റ്റ് ഈസ് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പോൾ ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ, ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ആൻഡ് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ആർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ ബൈ എ എന്ന് എഴുതാം. ഈ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അവിടെ നമ്മൾ പറയുന്നത് റോ എന്നാണ്. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയാം. അപ്പൊ അതാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻസ് മുതൽ പറയാം. അപ്പൊ കറന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കറന്റ് നമ്മൾ പഠിച്ചത് ഐ ആയിരുന്നു. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ. ഇനി സെക്കൻഡ് വേർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓംസ് ലോയുടെ അവിടെ ഇസ് ഈക്വൽ ടു വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, റോ എൽ ബൈ എ, റോ എന്നാണ് കേട്ടോ ഈ സാധനം വയ്ക്കുക, റോ എൽ ബൈ എന്ന് പറയുന്നത്. ഈ 4 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്നത്. അപ്പൊ റോ എന്ന സംഭവം അതായത് റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മൾ റെസിസ്റ്റൻസ്, അവരുടെ റെസിസ്റ്റിവിറ്റി ആണ് റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി. അതിൻ്റെ SI യൂണിറ്റ് എന്ന് വെച്ചാൽ ഓം മീറ്റർ. ഓം എന്തിൻ്റെ ആയിരുന്നു? റെസിസ്റ്റൻസിൻ്റെതായിരുന്നു ഓം. ഇത് റെസിസ്റ്റിവിറ്റിയുടെ ഓമിൻ്റെ ഒപ്പം ഒരു മീറ്റർ ഉണ്ട്, ചെറിയൊരു മീറ്റർ കൂടി ഓം മീറ്റർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എന്ത് പറയുന്നത് റെസിസ്റ്റിവിറ്റീൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഒരു കാര്യം, ഈ മെറ്റൽസ് അലോയ്സ് നമ്മൾ പറയും മെറ്റലൊക്കെ നല്ല കണ്ടക്ടേഴ്സ് ആണ്, മെറ്റലൊക്കെ നന്നായി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? റെസിസ്റ്റൻസ് ഉറപ്പായിട്ടും കുറവായിരിക്കും അല്ലെ. മെറ്റൽസ് നന്നായി റെസിസ്റ്റൻസ് വെച്ചാൽ കടത്തി വിടില്ല എന്നുള്ളതല്ലേ, അത് കുറവായിരിക്കും. മെറ്റൽസ് നല്ല കണ്ടക്ടേഴ്സ്, അപ്പോൾ അവർക്ക് അത് കുറവാണ്. മെറ്റൽസും അലോയ്സിനും ഒക്കെ അത് കുറവാണ് റെസിസ്റ്റിവിറ്റി, അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത് അവർക്ക് കുറവാണ്. അത് ഏകദേശം വരുന്നത് 10⁻⁻8 to 10⁻⁻6 ഓം മീറ്റർ. ആ ഒരു മൈനസ് ചിഹ്നങ്ങളാണ്, അതായത് അവർക്ക് കുറവാണെന്ന് അർത്ഥം. 10⁻8 to 10⁻⁻6 എന്ന് പറയുമ്പോൾ അത് കുറവാണ്. അത് വെച്ചാൽ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്തായാലും ഓൾറെഡി അവർ എന്തായിരിക്കും റെസിസ്റ്റിവിറ്റി ഒക്കെ കുറവായിരിക്കും. പക്ഷെ റബ്ബർ എന്നൊക്കെ പറയുന്ന ഒരു റബ്ബർ ഒന്നും ഒരിക്കലും കണ്ടക്ടർ അല്ല, അതായത് ഒരിക്കലും കറണ്ടിനെ പാസ് ചെയ്ത് വിടുന്നവരല്ല. അപ്പൊ റബ്ബർ അതുപോലെ തന്നെ ഗ്ലാസ് ഇതൊന്നും പാസ് ചെയ്ത് വിടുന്നവരല്ല. അവർക്കൊക്കെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലായിരിക്കും, നല്ല കൂടുതലാണ്. ഏകദേശം 10⁻12 to 10⁻17 അടുത്ത് കാണാം, 10⁻12 to 10⁻17 ഓം മീറ്ററിന്റെ അടുത്ത് കാണാം. അപ്പൊ ഇതും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ,
അപ്പോൾ 4 ടോപ്പിക് കഴിഞ്ഞു. കറന്റ് എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ടോപ്പിക് കഴിഞ്ഞു, ഓംസ് ലോ കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, വേരിയബിൾ റെസിസ്റ്റൻസ്, റിയോസ്റ്റേറ്റ്, ആ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ 4 ഇക്വേഷൻസും നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ വരും, മറക്കരുത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ജസ്റ്റ് 1 വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അതായത് നമുക്ക് ഈ അലോയ്സിനൊക്കെ നോക്കുമ്പോൾ, അതായത് ഒരു അലോയ്സും മെറ്റൽസും, ഒരു മെറ്റലും അലോയും നോക്കുന്ന ഒരു സമയത്ത്, അലോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റലിനെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് അലോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലോയ്സും മെറ്റൽസും നോക്കുമ്പോൾ ഈ ആർക്കാണ് കൂടുതൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്? കൂടുതൽ അലോയ്സ് ആണ്. മെറ്റൽസിനേക്കാളും റെസിസ്റ്റിവിറ്റി കൂടുതൽ അലോയ്സിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോയ്സ് ഡു നോട്ട് ഓക്സിഡൈസ്. ഇപ്പോൾ ഹൈ ടെമ്പറേച്ചറിലൊന്നും അവർ ഓക്സിഡൈസ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ അലോയ്സ് എന്ന് വെച്ചാൽ മെറ്റൽസിനേക്കാളും കൂടുതൽ റെസിസ്റ്റിവിറ്റി കൂടുതൽ ആർക്കായിരിക്കും? അലോയ്സിനാണ്. പെട്ടെന്ന് അവർ ഓക്സിഡൈസ് ചെയ്തൊന്നും പോവില്ല. അതുകൊണ്ട് തന്നെ അലോയ്സ് ആർ യൂസ് ടു മേക്ക് എന്താണ് കുറച്ച് ഡിവൈസ്, ഇപ്പോൾ എക്സാമ്പിൾ ഹീറ്റിംഗ് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുക, ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസിലൊക്കെ അലോയ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും, എങ്ങനെയായിരിക്കും വരും, അത് വൈ അലോയ്സ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസ്. എന്തുകൊണ്ട് അലോയ്സിനെ ഹീറ്റിംഗ് ഡിവൈസസിൽ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് മെറ്റൽസിന് ഉപയോഗിച്ചുകൂടാ? അതിൻ്റെ ഒരു ഉത്തരവേ ഉള്ളൂ. കാരണം എന്താണ്? അലോയ്സിനെയാണ് റെസിസ്റ്റിവിറ്റി കൂടുതൽ ആരേക്കാളും, മെറ്റൽസിനേക്കാളും റെസിസ്റ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? അലോയ്സിനാണെന്ന് പറഞ്ഞു. അതാണ് ഒരു ഉത്തരവുള്ളൂ. നമുക്ക് ഒരു ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾ സൈറ്റിൽ എഴുതാം. ദാറ്റ് ഈസ് വൈ അലോയ്സ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസ്. ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് ഡിവൈസസിൽ എന്തിനാണ് അലോയ്സ് യൂസ് ചെയ്യുന്നത്? കാരണം the resistivity of alloys is greater than the metals. അതാണ് ഉത്തരം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ബൾബിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഫിലമെൻറ്റ് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് അത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾ അല്ല, അത് ഒരു അവയർനെസ്സിന് പറഞ്ഞാൽ ബൾബിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. പിന്നെ കോപ്പറും അലുമിനിയം ട്രാൻസ്മിഷൻ ലൈൻസിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ടോപ്പിക് കഴിഞ്ഞ് ഇപ്പോൾ ജസ്റ്റ് ഒരു 1 വേർഡ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് വരച്ച് കാണിച്ചു തരും. നെക്സ്റ്റ് ഇസ് റെസിസ്റ്റൻസ് ഓഫ് സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സിൻ്റെ സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് എ റെസിസ്റ്റേഴ്സ്. അപ്പം റെസിസ്റ്റൻസ് ഓഫ് സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ്, ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണം. ഓക്കെ, റെസിസ്റ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വണ് സീരീസ് ആണെങ്കിൽ എങ്ങനെ, സെക്കൻഡ് വൺ പാരലൽ ആണെങ്കിൽ എങ്ങനെ. അപ്പോൾ നമ്മളിതിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സീരീസ് ആണെങ്കിൽ വരുന്നത് 1 2 3 ഇങ്ങനെയായിരിക്കും സീരീസിൽ വരിക. R1 R2 R3 എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് വോൾട്ടിലേക്ക് കണക്ഷൻ വരും കേട്ടോ. ഇവിടെ പ്ലസ്, ഇത് നെഗറ്റീവ്. എന്നിട്ട് പിന്നെ ഡയറക്റ്റ് കറണ്ട് പോകുന്നു. ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട്. ഇത് നിങ്ങൾ ഇത് പഠിക്കണം കേട്ടോ. ഇത് കോമ്പിനേഷൻ ഓഫ് സെൽസ്. പിന്നെ ഈ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ ഇതാണ് സീരീസിൻ്റെ നേരെ 1 2 3 ഇതാണ് സീരീസിൻ്റെ പിക്ചർ വരുന്നത്. ഇനി നെക്സ്റ്റ് പാരലൽ ആണെങ്കിൽ പിക്ചർ വരുന്നത് ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്ന് കണക്ഷൻ ഡിവിഷനാണ് വരിക. ഓക്കെ, ഇവിടെ നിന്നും കണക്ഷൻ ഡിവിഷൻ വരുന്നു. എന്നിട്ട് പിന്നെ ഇവിടേക്ക് ജോയിനിങ് ആണ്. ജോയിൻ ചെയ്തിട്ട് ഇവിടെ കോമ്പിനേഷൻ ഓഫ് സെൽസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെയാണ് ഇവിടെ അമ്മീറ്റർ വരുന്നത്, നെഗറ്റീവ് പ്ലസ്. ഇവിടെ നിന്ന് കറൻറ്റ് ഇവിടെ നിന്ന് പോകുന്നു. പിന്നെ ഇവിടേക്കാണ് കണക്ഷൻ വന്നിട്ടുള്ള വി. ഓക്കെ, അപ്പോൾ പ്ലസ് നെഗറ്റീവ്. ഈ പിക്ചർ നിങ്ങൾക്ക് എവിടെയുണ്ട്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് അല്ല, ഇവിടെ എന്തൊക്കെയാണ് സെയിം എന്നുള്ളത് നിങ്ങൾക്ക് നോക്കണം. അതായത് സീരീസിൽ ഐ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? കറൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. കറൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എന്താ? ഈ വോൾട്ടേജ് 3 എണ്ണത്തിന്. ഇവിടെ V1, ഇവിടെ V2 V3 അങ്ങനെയാണ്. V1 V2 V3. അപ്പോൾ 3 എണ്ണത്തിനും വോൾട്ടേജ് ഇല്ല. അപ്പോൾ V കാണണമെങ്കിൽ എന്ത് വേണം? V1 + V2 + V3 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് വരും. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ്
ബോക്സിലാക്കി വെക്കുക. വി കാണുക, ടോട്ടൽ വി കാണണമെങ്കിൽ ഇവിടെ V1 + V2 + V3 ഇത് കൂട്ടണം. V1 + V2 + V3. ഓക്കെ, പിന്നെ ഐ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് V = IR എന്ന് എഴുതാം. അറിയാമല്ലോ, V = IR ആണ്. അപ്പോൾ ഇവിടെ ഐ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഐനെ കളയാം. അപ്പോൾ ബാക്കി R ഉണ്ട്, ദാറ്റ് ഇസ് RS. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? R1 + R2 + R3. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? RS കാണാൻ പറഞ്ഞാൽ ഇതൊക്കെ R1 + R2 + R3 കൂട്ടുക. V കാണാൻ പറഞ്ഞാൽ V1 + V2 + V3 കൂട്ടുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ എഴുതിയേക്കുക. പക്ഷേ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഐ കോൺസ്റ്റൻ്റ് അല്ല, ഐ ഈസ് നോട്ട് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ എന്താണ്? ഐ = ഇവിടെ കറൻ്റാണ്. ഇവിടേക്ക് വരുന്ന കറൻറ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ കറൻറ്റ് ഇവിടേക്ക് ഒരെണ്ണത്തേക്ക് സ്പ്ലിറ്റ് ആവുന്നു, ഇവിടേക്ക് ഒരെണ്ണത്തേക്ക് സ്പ്ലിറ്റ് ആവുന്നു, ഇവിടേക്ക് ഒരെണ്ണത്തേക്ക്. അപ്പോൾ I1 I2 I3 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഇവന് വരുന്ന കറൻറ്റ് ആണെങ്കിൽ ഇത് മൂന്നും കൂടി കൂട്ടണം. അതായത് I1 + I2 + I3 എന്ന് പറഞ്ഞിട്ട് കൂട്ടണം. അപ്പോൾ I = I1 + I2 + I3. I എന്താണ്? V/R ആണ്. ഇവിടെ V ആണ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ആരാണ് കോൺസ്റ്റൻറ്റ്? V ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്, V ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Vനെ നമുക്ക് കോമൺ ആക്കിയാൽ I = 1/R1 അല്ല R1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ 1/RP ആണ്. RP = 1/R1 + 1/R2 + 1/R3. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഇവിടെ RS എന്ന് പറയുമ്പോൾ R1 + R2 + R3. ഇവിടെ 1/RP എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ ഒരു സർക്യൂട്ട് ഇവിടെ വെച്ച് ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പാസ് ചെയ്യില്ല, ഫുള്ള് കേടായി പോകും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മറ്റേ ബൾബ് ഇങ്ങനെ ചെറിയ ചെറിയ ബൾബുകൾ കത്തുന്ന കാണില്ല, അതൊക്കെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. മാരേജിലൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ ഇതിൻ്റെ ബേസ്, ഇതൊരു സീരീസ് കണക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഫുള്ള് പോകും. ഇത് പഠിക്കുക. V = V1 + V2 + V3. RS = R1 + R2 + R3. I = I1 + I2 + I3. 1/RP = 1/R1 + 1/R2 + 1/R3. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതെന്താ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്? അതായത് നമ്മൾ കുറച്ച് നേരം, അതായത് നമ്മളിപ്പോൾ സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ ബൾബിൻ്റെ സ്വിച്ച് ഓൺ ആക്കി വെക്കാം. കുറച്ച് നേരം അത് ഓണാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ബൾബ് ഒന്ന് തൊട്ട് പോയി കഴിഞ്ഞാൽ അത് ചൂടാവുന്ന കാണാം. ഇതേ സംഭവം തന്നെ നമുക്ക് ഫാനിലും കാണാൻ പറ്റും. ഫാൻ കുറേ നേരം ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനിൽ ചൂട്, നമ്മൾ മെയിനായിട്ട് നമ്മൾ ബൾബിൽ കാണാൻ പറ്റും ചൂട്. ഇപ്പോൾ തൊട്ട് നോക്കണ്ട, എന്താ ഓണാക്കിയിട്ട് തൊട്ട് നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് തൊട്ട് നോക്കിയാൽ അവിടെ ചൂട് കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ ഇലക്ട്രിക് കറണ്ട് എന്താ പറയുക അവിടേക്ക് പോകുന്നു, അങ്ങനെ കുറേ പ്രോസസ്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ അവിടെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഈ എനർജി കുറച്ച് ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഒരു ടേംസ് നമ്മൾ ഈ 5ാം ക്ലാസ്സിലൊക്കെ കുഞ്ഞു പിള്ളേർ പഠിക്കുന്നുണ്ട്. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഫോംസിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റ് എനർജി കൊണ്ടാണ് അവിടെ എന്താവുന്നത്? ചൂടാവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അടിയിൽ എഴുതുക, ദാറ്റ് ഈസ് phenomena where electric current passing through conductor produces heat used in electric heaters, electric bulbs, etc. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഇറ്റ് ഇസ് എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ ഫിനോമിന വേർ കറണ്ട്, ഈ നമ്മുടെ ഈ ഇതിൽ കൂടെ പോകുന്ന ഈ കണ്ടക്ടറിലൂടെ പോകുന്ന ഈ കറണ്ട് എന്തുണ്ടാക്കുന്നു? അവിടെ കുറച്ച് ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തുട്ട് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഇത് കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഹീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് ബൾബിലൊക്കെ അതിന് ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആൻഡ് ഇലക്ട്രിക് ബൾബ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത് ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ മെയിൻ വേണ്ട ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു P = VI. P = VI. P എന്ന് പറയുന്നത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് = VI. പവർ ആണ്. പവർ = VI. P = VI ആണ്. അപ്പോൾ അതാണ് ഇക്വേഷൻ. P = VI ബോക്സിലാക്കി എഴുതുക. ആൻഡ് P ഐക്ക് പകരം നമുക്ക് വേണമെങ്കിൽ Q/T എന്ന് കൊടുക്കാം. അപ്പോൾ P = VQ/T എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ VQ/T എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ മെയിൻ ഇക്വേഷൻ P = VI ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു സ്റ്റാർ ഇട്ട് വെച്ചോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹീറ്റ് ഓർ എനർജി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ ഹീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പവർ എന്താണ്? പവർ = VI. ഇനി നെക്സ്റ്റ് അടുത്തത് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് എന്ന് വെച്ചാൽ H ആണ്. H. ഹീറ്റ് = P × T. പവർ × ടൈം ആണ്. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള പവറിനാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് =
P into T. P into T. Heat is equal to power into time. അതാണ് അടുത്ത ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് എന്താ എഴുതാം? H is equal to VIT. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട്. H is equal to വിറ്റ് എന്ന് പഠിച്ചു. വിറ്റ് ആണ്. H is equal to വിറ്റ് ആണ്. ഹീറ്റ് വിറ്റ്. അപ്പോൾ H is equal to വിറ്റ്. VIT എന്ന് എഴുതാം. അല്ലെങ്കിൽ is equal to I square RT എന്ന് വരാം. അപ്പോൾ മുന്നത്തെ പറഞ്ഞ ഇക്വേഷൻ പവർ ഇസ് ഈക്വൽ ടു വി ഐ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഇസ് ഈക്വൽ ടു വി ഐ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഹീറ്റ് എന്ന് പറയുന്നത് പവർ വേറെ ഹീറ്റ് വേറെ. H is equal to I square RT എന്നും പഠിക്കാം, അല്ലെങ്കിൽ വിറ്റ് എന്നും പഠിക്കാം, VIT എന്നും പഠിക്കാം. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഒരു പേര് പറയും. ഇറ്റ് ഇസ് കോൾഡ് ആസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയും. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. H is equal to എന്താ പറയുക VIT എന്നൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാം? അപ്പോൾ ഈ ഇക്വേഷൻസ് മറക്കരുത്. ഇങ്ങനെ മറക്കരുത്. കാരണം എല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ കൊളാഷ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ബോക്സ് ഇട്ട് പഠിച്ച് പോകാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു. ഈ ജൂൾസ് ലോയില് ഹീറ്റ് പറയുന്ന 2 പോയിന്റുകളാണ്. ഹീറ്റ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. നമ്മൾ പറയില്ല I square RT ആ ഒരു ഇക്വേഷനിൽ പറയുന്നതാണ് ജൂൾസ് ലോയില്. H is directly proportional to I square അല്ലേ? യെസ്. That heat is directly proportional to T അല്ലേ? അതെ, because H is equal to I square RT. H is directly proportional to I square. H is directly proportional to T. ഇതാണ് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് പറഞ്ഞു. കറണ്ട് I is equal to അല്ലെ? കറണ്ട് ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെ ഇക്വേഷൻ എന്താ വന്നത്? ഫസ്റ്റത്തെ ഇക്വേഷൻ എന്താ? I is equal to Q by T. I is equal to Q by T എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ is equal to V is equal to ഫസ്റ്റ് കറണ്ട് I is equal to Q by T. സെക്കൻഡ് വൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to W by Q. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? ദാറ്റ് ഇസ് V is equal to IR എന്ന് പറയുന്നത്. V is equal to IR ആണ് മൂന്നാമത്തെ ഇക്വേഷൻ പറഞ്ഞത്. ഇനി നാലാമത്തെ ഇക്വേഷൻ പറഞ്ഞത് ദാറ്റ് ഇസ് എന്തിനു ബേസ് ചെയ്തു? R is equal to rho L by A. നാലാമത്തെ ഇക്വേഷൻ. അഞ്ചാമത്തെ ഇക്വേഷൻ നമ്മളിവിടെ വന്നത് P is equal to VI എന്ന് പറയുന്നത്. P is equal to VI. ആറാമത്തെ ഇക്വേഷൻ H is equal to I square RT വരാം, അല്ലെങ്കിൽ H is equal to വിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വരാം. 6 ഇക്വേഷൻ പഠിച്ചു. ഈ 6 ഇക്വേഷനും നിങ്ങൾ ഒരു പേജിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ. അപ്പോൾ ഈ 6 ഇക്വേഷൻ പഠിച്ചേ പറ്റൂ. കാരണം ഇതിൻ്റെ ബേസിലുള്ള എന്ന് വരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ ചെയ്യാൻ അറിയേണ്ട ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് തിയറീസ് ഒന്നും ഭയങ്കര വലിയ കാര്യം, എന്നാലും എന്താണ് കാര്യങ്ങൾ, ഇപ്പോൾ കറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെങ്കിൽ നമ്മുടെ വർക്ക് വർക്ക് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാൻ അറിഞ്ഞിരുന്നാൽ മതി. ഓംസ് ലോ ഇപ്പോൾ ഞാൻ ചോദിക്കും വാട്ട് ഈസ് ഓംസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ അറിയണം. പിന്നെ അതിൻ്റെ ബേസിൽ പ്രോബ്ലംസ് വന്നാലും ചെയ്യാൻ അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചേ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ തിയറീസും ഇക്വേഷൻസ് അറിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ ഫുള്ള് കഴിയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരും. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ? നമ്മൾ ഇത് എവിടെയൊക്കെയാണ് ഈ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഒരെണ്ണപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതൊന്നും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഹീറ്റർ, അതൊക്കെ നമ്മൾ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ ഫസ്റ്റ് വന്നാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലോണ്ടറി അയൺ, ഇസ്തിരിപ്പെട്ടി അതിൽ യൂസ് ചെയ്തു. രണ്ടാമത് ഇലക്ട്രിക് ടോസ്റ്റേഴ്സ് ഇല്ലേ, ബ്രെഡ് ടോസ്റ്റേഴ്സ്, അപ്പോൾ ആ ടോസ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഓവനിൽ യൂസ് ചെയ്യുന്നു. കെറ്റിൽ യൂസ് ചെയ്യുന്നു. ഹീറ്ററിൽ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എന്തൊക്കെ എഴുതാം, ലോണ്ടറി ഇസ്തിരിപ്പെട്ടിയിൽ യൂസ് ചെയ്യുന്നു, ടോസ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു, ഓവനിൽ യൂസ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ കെറ്റിൽ യൂസ് ചെയ്യുന്നു, ഹീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഫസ്റ്റ് പോയിന്റ് എഴുതേണ്ടത്. ഇത് രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു ബൾബ്, ലേറ്റസ്റ്റ് എന്താണ് ഇലക്ട്രിക് ബൾബ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ബൾബ് നമ്മൾ ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, രണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ യൂസ് ചെയ്യുന്ന ഏതായിരുന്നു, ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വരുന്ന ടൈമിൽ, കറണ്ട് വരുന്ന സമയത്ത് അവിടെ ചൂടുണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഭയങ്കര ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിലമെന്റ് ചിലപ്പോൾ പൊട്ടിപ്പോവില്ലേ, അപ്പോൾ ഭയങ്കര പ്രശ്നമാവില്ലേ. അപ്പോൾ അത് കുറച്ച് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ ഈ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊരു പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക മെൽറ്റായിട്ട് ഇങ്ങനെ ഉരുകി ദ്രവിച്ച് പോകുന്ന ഐറ്റംസ് അല്ല, കുറച്ച് ചൂടിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവിടെ ടങ്സ്റ്റൺ ഫിലമെന്റ് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യം, ബിക്കോസ് അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് നല്ല കൂടുതലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ ബൾബിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, ആർഗൺ അല്ലെങ്കിൽ നൈട്രജൻ പോലത്തെ ഇനാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഗ്യാസസുകൾ ഓൾറെഡി അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഫിലമെന്റിന്റെ ലൈഫ് എന്താ പറയുക, ഇവരെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറച്ച് ഗ്യാസുകൾ ഫില്ല് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്.
ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി പെട്ടി, ടോസ്റ്റർ, ഹീറ്റർ അങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെ ബൾബിൻ്റെ പറഞ്ഞു, അത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി മൂന്നാമത്തെ ഫ്യൂസ് പറയുന്നുണ്ട്. അപ്പോൾ ഫ്യൂസ് പറയുമ്പോൾ നമുക്കറിയാം ഫ്യൂസും അത് ഇതുപോലത്തെ ഒരു കേസാണ് വേർ വി യൂസ് ഹീറ്റിംഗ്, അതായത് അതും ഹീറ്റിനെ ഇതാക്കിയിട്ടുള്ള കാര്യമാണ് ഫ്യൂസ് എന്ന് പറയുന്നത്. പ്രൊട്ടക്ട് സർക്യൂട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ബൈ സ്റ്റോപ്പ് ഫ്ലോയിങ് ഓഫ് ഹൈ. അപ്പോൾ ഭയങ്കര കറണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഫുൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂസ് ഉള്ളത്. സംഭവം ഇത് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്താ പറയുന്നത്, ഇഫ് കറണ്ട് ഇൻക്രീസസ്, അതായത് ഇപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഭയങ്കര കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ നല്ല കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്യൂസിൻ്റെ ഉള്ളിലൊരു വയറുണ്ട്, ആ വയറ് മെൽറ്റ് ആവും, പൊട്ടിപ്പോവും, ബ്രേക്ക് ചെയ്തിട്ട് അതങ്ങനെ ഫ്യൂസ് പോയി എന്നൊക്കെ പറയില്ല, അതങ്ങനെയാണ്. കറണ്ട് ഭയങ്കര കൂടും, ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടും. അപ്പോൾ അങ്ങനെ വരുന്ന അതിനുള്ള വയർ എന്ത് ചെയ്തു പൊട്ടിപ്പോകുന്നു. അതങ്ങനെയാണ് നമ്മൾ ഫ്യൂസ് അടിച്ച് പോയി എന്ന് പറയുക. അപ്പോൾ അത് ശരിക്കും ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ ശരിക്കും ഭയങ്കര ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. സീരീസ് കണക്ഷനാണ് ഫ്യൂസ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 ആപ്ലിക്കേഷൻ, 3 കാര്യങ്ങൾ. 3 ഫസ്റ്റത്തെ നമുക്ക് എന്ത് എഴുതാം, ഓവന്, ഹീറ്റർ, ടോസ്റ്റർ, പിന്നെ അതുപോലെ തന്നെ ലോണ്ട്രി അയോൺസിൽ, കെറ്റിൽസിലൊക്കെ യൂസ് ചെയ്തു. രണ്ടാമത്തെ മറ്റേ ബൾബിൽ യൂസ് ചെയ്തു, ബൾബിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്തു. മൂന്നാമത്തെ നമ്മൾ ഫ്യൂസിൽ യൂസ് ചെയ്തു. നിങ്ങൾക്ക് കുറച്ച് മാർക്കിട്ട് ഇത് വരുവാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത വരുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത് P കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ പവർ P കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ Pയുടെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ മുന്നേ പറഞ്ഞു, P = VI എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ. അതെ, അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക്കൽ പവർ? ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുമ്പോൾ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് കൺസ്യൂംഡ് ഇൻ എ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ എനർജി എത്രത്തോളം ഇവർ കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജി എത്രത്തോളം ഇവർ യൂസ് ചെയ്യുന്നു, അല്ലെ എനർജി എന്തോ എനർജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എനർജി, ഹൗ മച്ച് എനർജി ദേ ആർ കൺസ്യൂമിങ്, എത്ര എനർജി അവർ യൂസ് ചെയ്തു, അതിന് നമ്മൾ പറയുന്നത് എന്ന് പറയുക പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ക്യാപിറ്റൽ ലെറ്റർ P കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ P is equal to ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ VI എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ V എന്ന് പറയുമ്പോൾ എന്താണ്, V എന്ന് പറയുന്നത് എന്താണ്, VIR എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ മുന്നേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, P = I²R എന്ന് എഴുതാം. P = V²/R. ഇത് ഞാൻ പ്രസൻറ്റേഷനിൽ കൊടുക്കാം. ഈ 3 നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ എഴുതാം. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ പവർ എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് 3 ഒരെണ്ണത്തിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ തന്നെ മാക്സിമം അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കാണാണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ്, പവറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. WATT, വാട്ടാണ് പവറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പവർ കൺസ്യൂംഡ് ബൈ ഡിവൈസസ്. ഇറ്റ് ഇസ് 1 കറണ്ട് or 1, അത് നമ്മൾ ഈ ഇതാവില്ലേ, അതായത് 1 വോൾട്ട് 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷനിൽ നമ്മൾ എഴുതുന്ന ഡെഫിനിഷനാണ് അത് കേട്ടോ. അപ്പോൾ 1 volt is equal to 1 watt, വോൾട്ട് അല്ല വാട്ട്, 1 watt is equal to 1 volt into 1 ആംപിയർ. ഒരു വാട്ട് എന്ന് പറയുന്നത് is equal to എന്താണ്, VI എന്ന് പറയുന്നതിൻ്റെ 1 വോൾട്ട്, ഐൻ്റെ 1 ആംപിയർ. അപ്പോൾ പവർ is equal to 1 watt is equal to 1 volt into 1 ആംപിയർ. ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ SI യൂണിറ്റുകൾ എഴുതുക. ഇപ്പോൾ കിലോ വാട്ട് ആണ് വരുന്നെങ്കിലോ, കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ് കേട്ടോ. 1 കിലോ വാട്ട് എന്ന് വെച്ചാൽ 1000 വാട്ട്. 1 കിലോമീറ്റർ is equal to 1000 മീറ്റർ പറയൂലേ. അപ്പോൾ അതിനെ 1 കിലോ വാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 വാട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് മാറ്റാൻ അറിഞ്ഞിരിക്കണം. പിന്നെ പറയുന്നത് 1 കിലോ വാട്ട് ഹവർ എന്ന് വെച്ചാൽ എത്ര ജൂളാണ് ചോദിച്ചത്. 1 കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത് 3.6 × 10⁶ ജൂളാണ്. 3.6 × 10⁶ ജൂളാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ പഠിക്കുള്ളൂ, ഇതിൻ്റെ തിയറീസും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട കുറച്ച് ഇക്വേഷൻസേ പഠിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ ചാപ്റ്ററിൽ വേണ്ടത് ഇത്രയും ടോപ്പിക്സേ ഉള്ളൂ. ഇനി വരുന്നത് ഫുൾ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻസ് പഠിക്കുക, ഈ നോട്ട് എഴുതി തന്നത് വീണ്ടും വായിക്കുക. കാരണം ഈ ചാപ്റ്ററിൽ ഇതിനപ്പുറം ചോദിക്കാനുള്ളതില്ല. അപ്പം ഈ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ അടുത്ത സെഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ അതുവരെ